ബി.ജെ.പിക്കകത്ത് പ്രശ്നമുണ്ടായത് എങ്ങനെയാണ്? ആ പ്രശ്നത്തിന് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഉത്തരവാദിയാണ്. ബി.ജെ.പിക്കകത്ത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഒരു ജില്ലാ പ്രസിഡന്റിനെ അവരോധിക്കാനുള്ള നീക്കം നടന്നപ്പോൾ അതിനകത്തുള്ള സീനിയർ നേതാക്കന്മാരും മുനിസിപ്പൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും അടക്കമുള്ള സീനിയർ നേതാക്കൾ എല്ലാവരും ചേർന്ന് പരസ്യമായിട്ടൊരു വിമതയോഗം മാധ്യമങ്ങൾക്ക് മുൻപിൽ ചേർന്നു. അവർ തന്നെ പലരും വന്ന് പരസ്യമായിട്ട് മാധ്യമങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിലെ ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ച് പറഞ്ഞു. പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ടായി. മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. സ്വാഭാവികമായിട്ടും 3 മാസം മുൻപ് ബി.ജെ.പിയിൽ നിന്ന് ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്നോട് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ പ്രതികരണം തേടി. ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇതിലപ്പുറം ബി.ജെ.പിക്കകത്ത് പോയിട്ട് ഇത്രയും 80 പേരുടെ വിമതയോഗം വിളിക്കാനുള്ള സംവിധാനമൊക്കെ എനിക്കുണ്ട് എന്നാണ് ബി.ജെ.പിക്കാർ പറയുന്നതെങ്കിൽ അത് സ്വാഭാവികമായിട്ട് എന്റെ സ്വാധീനമായിരിക്കണം. എന്തായാലും ഞാനല്ല യോഗം വിളിച്ചിട്ടുള്ളത്. അവിടെ യോഗം വിളിച്ചത് ബി.ജെ.പിയുടെ ദേശീയ കൗൺസിൽ അംഗം അടക്കമുള്ള സീനിയർ നേതാക്കളാണ്. അവരാണ് പരസ്യമായിട്ട് പ്രതികരിച്ചത്. ഇപ്പം മാത്രമല്ലോ, കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ കൗൺസിൽ അംഗം ശിവരാജൻ ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറിയും പാലക്കാട് ചുമതലയുണ്ടായിരുന്ന രഘുനാഥിനെ വിളിച്ചത് എന്താ? പൊട്ടൻ എന്നല്ലേ വിളിച്ചത്? എന്തെങ്കിലും നടപടി ഉണ്ടായോ? അപ്പൊ പാലക്കാട്ട് ഇപ്പൊ വാസ്തവത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം വാസ്തവത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലാണ്. നടപടി പോലും എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് ബി.ജെ.പി പാലക്കാട് പോയിരിക്കുന്നു. ഈ കണ്ണുരുട്ടലും വിരട്ടലും ഒന്നും പാലക്കാട് ചെലവാകുന്നില്ല. അവസാനം ഇന്നലെ പുലർച്ചെ 3 മണിക്ക് RSSന്റെ നേതൃത്വം വന്ന് പറഞ്ഞ് കാര്യങ്ങൾ അവസാനിപ്പിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇത് തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാണെന്ന് പാലക്കാട്ടെ യഥാർത്ഥ ചിത്രമായിരുന്ന എല്ലാവർക്കും അറിയാം. പാലക്കാട് ഏറെ കാലമായി തുടങ്ങിയിട്ടുള്ള പ്രശ്നമാണ്. സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പാലക്കാട്ടെ ബി.ജെ.പിയെ അവിഹിതമായി കൈവശം വെക്കുന്ന ഒരു മാഫിയ സംഘത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം അവിടെയുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ വസ്തുതാപരമാണെന്ന് ഇന്ന് പാലക്കാട്ടെ മറ്റുള്ള ബി.ജെ.പി പ്രവർത്തകർക്കും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കും ഒക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ്.